നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് രണ്ട് തരം പല്ലുകളാണുള്ളത്. ഒന്ന് പാൽപ്പല്ലുകൾ, അതായത് ഡെസിഡസ് ഡെൻറ്റേഷൻ എന്ന് പറയും. രണ്ടാമത്തത് പെർമനൻറ്റ് ഡെൻറ്റേഷൻ എന്ന് പറയും. നമുക്കെല്ലാവർക്കും ഉള്ളത് പെർമനൻറ്റ് ഡെൻറ്റേഷനാണ്. ഒരു വയസ്സ് മുതൽ ഒരു 6 വയസ്സ് വരെ 5 വയസ്സ് വരെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നത് വെറും ഡെസിഡസ് ഡെൻറ്റേഷൻ ആയിരിക്കും, പാൽപ്പല്ലുകൾ മാത്രമായിരിക്കും. അതിനുശേഷം ഒരു 13 വയസ്സ് മുതൽ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത് ഒരു പെർമനൻറ്റ് ഡെൻറ്റേഷൻസാണ്. ഇതിനിടയ്ക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് മിക്സഡ് ഡെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലിനിക്കിൽ വരുന്ന പാരൻസിനോട് കുട്ടികൾ കൊണ്ട് വരുമ്പോൾ പറയാറുണ്ട്, ഒരു 8 വയസ്സല്ലോ 9 വയസ്സാകുമ്പോൾ കുട്ടികളൊന്ന് ക്ലിനിക്കിൽ കാണിക്കണം. ഇത് നിങ്ങൾ എവിടെയായാലും വേണ്ടില്ല, ഏതെങ്കിലും ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് കാണിക്കണം എന്ന് പറയാറുണ്ട്. ഈ സ്റ്റേജിൽ കാണിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമുക്ക് പുതിയ വന്ന പല്ലിനുണ്ടാകുന്ന ചെറിയ ചെറിയ പോടുകൾ ആ സമയത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പല്ലിനും വായിക്കൊണ്ടുവന്ന സ്കെൽറ്റൽ പ്രോബ്ലംസ്, നമ്മുടെ ചില ആളുകൾക്ക് താടിയിലിനൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം ഈ സ്റ്റേജിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സ്റ്റേജിൽ കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് 18 ഇയേഴ്സോ കഴിഞ്ഞിട്ട് ഒരു അഡൾട്ട് ആയതിൻ്റെ ശേഷം മാത്രം വലിയ എക്സ്പെൻസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഈ ഒരു ടൈം പീരീഡിൽ ഒരു 6 to 13 ഉള്ളിൽ എന്തായാലും കുട്ടികൾ നിങ്ങൾ ക്ലിനിക്കിൽ കാണിക്കണം. അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ്സ് എടുക്കണം.